ദൈവകരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പം ഈ ചിത്രം നമ്മുടെ ഹൃദയത്തിൽ ശരിക്കും പതിക്കണം. ഇത് നമ്മുടെ മറ്റ് ചിത്രങ്ങളിൽ നിന്ന് ഇത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ കാണുന്ന കരുണയുടെ ചിത്രമല്ല ഇത്. ഇതാണ് ആദ്യമായിട്ട് ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തിയ ചിത്രമാണ്. ഈ ചിത്രത്തെക്കുറിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയുകയാണ്: ഈ ചിത്രം നമ്മളെ നോക്കുന്നില്ല, ഈ ചിത്രം താഴത്തോട്ടാണ് നോക്കുന്നത്. എന്തിനാണ് അങ്ങനെ താഴത്തോട്ട് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ കരുണ, ദൈവകരുണയുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മളുടെ കടം മാറുന്നതോ രോഗം മാറുന്നതോ നമ്മളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മാറുന്നൊന്നുമല്ല. ദൈവകരുണയുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മളുടെ പാപങ്ങളിൽ നിന്നുള്ള മോചനമാണ്. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ പാപങ്ങൾ രണ്ട് രീതിയിലാണ് നമ്മളെ പിടിക്കുന്നത്. ഒന്ന്, നമുക്കതിനെക്കുറിച്ച് അറിവില്ല. രണ്ട്, കുറ്റബോധമാണ്. ഞാനതെല്ലാം ചെയ്തൊരു വ്യക്തിയാണ്, ഇനി കരുണയും കാര്യമില്ല, ഒന്നുകൊണ്ടും കാര്യമില്ല, എൻ്റെ കാര്യം പോക്കാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന മക്കൾ ഇതിൻ്റെ അകത്തുണ്ട്. അല്ലെങ്കിൽ ഇത്രയും നാളായിട്ടും എൻ്റെ പ്രശ്നമൊന്നും ഇനി മാറാൻ പോകുന്നില്ല. അതാണ് കുറ്റബോധം, നിരാശ കൊണ്ടിരുന്നത്. രണ്ടാമത്തൊരു പ്രശ്നമാണ് നമ്മൾക്കുള്ളതാണ്: ഞാനിവരെ പോലെ വലിയ പാപിയൊന്നുമല്ല, ബെറ്ററാണ്, അതുകൊണ്ട് കർത്താവ് എന്തെങ്കിലുമൊക്കെ ഇന്ന് തരുമെങ്കിൽ വളരെ നല്ല കാര്യം. വലിയ ആവശ്യങ്ങളൊന്നുമില്ല, നമുക്ക് എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്, പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ ഭാഗ്യം, നല്ലത് എന്ന രീതിയിൽ നമ്മൾ നിൽക്കുന്ന രണ്ട് കാറ്റഗറിയാണ്. അപ്പം ഇവിടെയാണ് ദൈവത്തിൻ്റെ കരുണ. നമ്മൾക്ക് ഈ രണ്ടു പേർക്കും കരുണ ലഭിക്കില്ല എന്നാണ് പറയാം. കുറ്റബോധം നമുക്ക് കരുണ കിട്ടത്തില്ല. രണ്ട്, നമുക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയും നമുക്ക് കരുണ ലഭിക്കത്തില്ല. നമ്മുടെ പാപ അവബോധമാണ് നമുക്ക് കരുണ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ശിഷ്യന്മാർ വലിയ നിരാശയിലും ദുഃഖത്തിലും നിൽക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഈശോ കടന്നു വരുമ്പം ഇങ്ങനെ താഴത്തോട്ട് നോക്കിയിട്ട് കടന്നു വന്നെന്നാ പറയാം. എന്തിനാണ് ഈ താഴത്തോട്ട് നോക്കുന്നത്? ഇങ്ങനെ താഴത്തോട്ട് നോക്കിയൊരു സംഭവം ബൈബിളിലുണ്ട്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ യഹൂദന്മാർ കല്ലെറിയാൻ വന്നപ്പം വചനം പറയാണ്, അവൻ നിലത്ത് നോക്കി എഴുതിക്കൊണ്ടിരുന്നു എന്നാ പറയാം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പാപത്തിൽ വീണ മക്കളെ നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. നീ പാപിയാണോ? നിന്നെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല, നിന്നെ ഞാൻ ഒരിക്കലും ശിക്ഷിക്കത്തില്ല. നിന്നെ എൻ്റെ നോട്ടം കൊണ്ട് പോലും ഞാൻ നിന്നെ ശിക്ഷിക്കാനോ വേദനിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല. ഇത് നമ്മുടെ പാപത്തെ ഓർമ്മിപ്പിക്കാനും ഏറ്റുപറയാനും സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഹല്ലേലൂയ. നമുക്കാർക്കും നമ്മളെ കുറ്റപ്പെടുത്തുന്നത് ഇഷ്ടമല്ല. അതാര് കുറ്റപ്പെടുത്തിയാലും, ദൈവം കുറ്റപ്പെടുത്തിയാലും നമുക്ക് ഇഷ്ടമല്ല. അത് നമ്മുടെ ഒരു നേച്ചറാണ്. നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളെ കൂടുതലും കുറ്റപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതുകൊണ്ടൊന്നും ഒരു ഗുണം നമുക്കുണ്ടായിട്ടില്ല, നമുക്ക് അവരോട് വലിയ സ്നേഹം ഉണ്ടായിട്ടുമില്ല. എത്രത്തോളം നമ്മളെ കുറ്റപ്പെടുത്തുന്നു അത്രത്തോളം നമുക്ക് ദേഷ്യമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തമ്പുരാൻ നമ്മളോട് പറയാണ്, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല. അങ്ങനെ നോട്ടം കൊണ്ട് പോലും നമ്മളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സ്നേഹത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നമുക്ക് ധൈര്യം തരും. എന്താണ്? കർത്താവേ, ഞങ്ങൾ പാപികളാണ് അല്ലേ? ഇതാണ് നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കുന്നത്. രാത്രി മുഴുവൻ വലയെറിഞ്ഞ് മീൻ കിട്ടാതെ യോഹന്നാനും പത്രോസൊക്കെ വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈശോ വഞ്ചി കയറി സുവിശേഷം പ്രസംഗിക്കുക. അതിനുശേഷം പറഞ്ഞാൽ നിങ്ങൾ വല ആഴത്തിലേക്ക് ഇടാൻ പറഞ്ഞു. അവരൊന്നും വലയൊക്കെ ഇട്ടൊരു രക്ഷയൊന്നുമില്ല, ആകെ പട്ടിണിയും ദാരിദ്ര്യമാണ്. ഇടുമക്കളെ. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ 3 വഞ്ചി നിറയുന്ന മീൻ കിട്ടുക. ആ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് ഉടനെ എന്നിട്ട് പറയും, ഞാൻ പാപിയാണ്. നമുക്ക് ഇന്നേ ദിവസം നമുക്ക് വേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ പാപ അവസ്ഥയെക്കുറിച്ച് അവബോധം ഉണ്ടാവണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനാണ് ഈ തിരുനാളുകളൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, അവിടെ നിന്നെ വഴക്ക് പറയില്ല,
നിന്റെ പാപങ്ങളെ കടം ചോദിക്കത്തില്ല. ആ സ്ത്രീ അങ്ങനെ താഴത്തോട്ട് നോക്കിയെന്നല്ല അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യാത്തതിനുള്ള എറിഞ്ഞോളാൻ പറഞ്ഞു. എല്ലാവരും കല്ലിട്ടിട്ട് പോയി. പിന്നെ അവൻ തല ഉയർത്തി നോക്കി, സ്ത്രീയെ, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ? ഇല്ല, ഞാനും എറിയുന്നില്ല, പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത്. നമ്മളൊക്കെ ആണെങ്കിൽ മിനിമം ഇത്രയൊരു പാപം ചെയ്ത വ്യക്തിയുടെ ഒരു കടം അടച്ചു കൊടുക്കാതിരിക്കുക. അന്ന് കട അടയ്ക്കുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ കട അടയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആരെങ്കിലും ഒരാൾ, നമ്മുടെ മക്കൾ ആരെങ്കിലും 1,00,000 രൂപ നമ്മൾ നടിച്ചുകൊണ്ട് പോയി, ഒരു കള്ള ഉപ്പിട്ട് ചെക്ക് എടുത്തുണ്ട്, അല്ലെങ്കിൽ ഒരു 3 പവൻ്റെ മാല മുടിച്ചുകൊണ്ട് പോയി, അത് കൊണ്ടുപോയി അത് ചിലവഴിച്ചു. അവസാനം നമ്മളത് പിടിച്ചു കഴിഞ്ഞപ്പം നമ്മൾ അവരോടത് ക്ഷമിക്കാൻ തീരുമാനിക്കാൻ നമ്മൾ മിനിമം 3 ചോദ്യം ചോദിക്കും. എടാ, അത് എവിടെ കൊണ്ടുപോയിട്ടാണ് നീ കളച്ചത്? നീ എന്താ അതുകൊണ്ട് ചെയ്തത്? അല്ലേ? അത് എവിടെ കൊണ്ട് കൊടുത്തത്? തിരിച്ചു പിടിക്കാൻ വല്ല വകുപ്പുണ്ടോ നമുക്ക് നോക്കും, അല്ലേ? പിന്നെ ആരെയൊക്കെ കൂടെ പോയിട്ടാണ് നീ ഇതെല്ലാം ചെയ്തത്? അല്ലേ? ഇങ്ങനെ ഒരു 3 ചോദ്യം ചോദിക്കാതെ നമ്മൾ ആ കട അടച്ചു കൊടുക്കുമോ? ഇല്ല. യേശു ആ വ്യഭിചാരി പിടിക്കപ്പെട്ട സ്ത്രീയുടെ അടുത്ത് വരുമ്പോൾ there is no question. നമ്മളുടെ പഴയ ജീവിതത്തിലേക്ക് ഒരിക്കലും അവിടെ നോക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കണ്ണടയ്ക്കാം മക്കളെ. ആ സ്നേഹത്തിന് മുമ്പിൽ നിൽക്കുമ്പം നമ്മൾ ഇന്ന് ഒരു പുതിയ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടല്ല, നമ്മളിങ്ങനെ അവിടെ വന്ന് കുറച്ച് ഒച്ചപ്പാടും മോളുണ്ടാക്കി പോകാനല്ല. വി ഓൾ നീഡ് എ ന്യൂ ബിഗിനിങ്. ദൈവം എപ്പോഴും പുതിയ ബിഗിനിങ്ങിൻ്റെ ആളാണ്. വിലാപത്തിൻ്റെ പുസ്തകം പറയും, ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണ്. എൻ്റെ ജീവിതത്തിൽ കുറേ കൈപ്പേറിയ അനുഭവങ്ങളുണ്ട്, കുറ്റബോധത്തിന്, നിരാശയുടെ ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പ്രത്യാശയുണ്ട്. അതെൻ്റെ ദൈവത്തിന് എന്നോടുള്ള സ്നേഹം ഓർക്കുമ്പോഴാണ്. കുറ്റപ്പെടുത്തത്തില്ല, പുറകോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ഇന്നലെ വരെ നീ എന്ത് ചെയ്തു? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് നീ ആരുടെ കൂടെ കിടക്കുമ്പോഴാണ് പിടിച്ചത്? നീ എവിടെ വെച്ചാൽ നിന്നെ പിടിച്ചത്? നീ എത്ര പ്രാവശ്യം ഇത് ചെയ്തിട്ടുണ്ട് മോളെ? ഇതൊന്നും ചോദിക്കുന്നില്ല. അതാണ് ആ കണ്ണിങ്ങനെ താന്ന് കിടക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നമുക്ക് പറയണം, ലോർഡ്, ഐ എം സോറി. എനിക്കറിയാം എൻ്റെ പാപങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം. എൻ്റെ മനോഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ഞാനിപ്പോഴും നല്ല വാശിക്കാരനും ദേഷ്യക്കാരനൊക്കെയാണ്. ഞാനിപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങളുടെ നേരെ വളരെ കർക്കശക്കാരനായിട്ട് നോക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ പാപങ്ങളെക്കാളധികം ഞാൻ മറ്റുള്ളവരുടെ പാപങ്ങളെ കുറവുകളാണ് ഞാൻ നോക്കുന്നത്. ഈശോ പറഞ്ഞ പോലെ നിൻ്റെ കണ്ണിൽ വലിയ തടിക്കഷ്ണം ഇരിക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് തപ്പി നടക്കല്ലേ മക്കളെ. പക്ഷെ ഞാൻ അങ്ങനെയാണ് ഈശോയെ. മാത്രമല്ല, എന്നെ കുറ്റത്തിൽ പിടിച്ചാൽ ഞാൻ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ വിളിച്ചു പറയുന്നതാണ്. നീ അങ്ങനെ ചെയ്തില്ല, നീ ഇങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ എൻ്റെ കുറ്റങ്ങളെ ന്യായീകരിക്കുകയും മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്താനൊക്കെ ഉള്ളൊരു വ്യഗ്രതയുള്ളവനാണ് ഞാൻ കർത്താവേ. മാത്രമല്ല, എന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കാനും പൊറുക്കാനും ഇപ്പോഴും എനിക്ക് പറ്റുന്നില്ല. വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. യേശുവേ, ഈ അവസ്ഥകളൊക്കെ ഞങ്ങൾ അറിയുകയാണ്. നാഥ, ഇതൊന്നും നോക്കാതെ നീ ഇന്ന് ഞങ്ങളോട് ക്ഷമിക്കുകയാണ്. ഞങ്ങളോട് പറയാം, പൊയ്ക്കൊള്ളുക, ഒരു പുതിയ ജീവിതം തുടങ്ങിക്കൊള്ളുക. നിന്റെ കടങ്ങളെല്ലാം ഞാൻ വീട്ടിയിരിക്കുന്നു. ഇനി അത് നിന്റെ ജീവിതത്തിൽ തിരിച്ചു വരില്ല. ആരും നിന്നോട് അതിനെക്കുറിച്ച് ചോദിക്കില്ല. കാരണം ദൈവം നീതീകരിച്ചവനെ ആർക്ക് ശിക്ഷ വിധിക്കാൻ പറ്റില്ല. യു ആർ ജസ്റ്റിഫൈഡ് ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ്. ആ രക്തത്താൽ നീ കഴുകപ്പെടുകയാണ്. നിന്റെ എല്ലാ പാപകടങ്ങളും ക്ഷമിക്കപ്പെടുകയാണ്. നീ വിമോചിക്കപ്പെടുകയാണ്. നീ സ്വതന്ത്രനാക്കപ്പെടുകയാണ്. നിന്റെ മനസ്സിൽ ചില കെട്ടുകളുണ്ട്, അവിടെയാണ് നമ്മൾ ഇവിടെ. നമ്മൾ തന്നെ ക്ഷമിക്കണം. ഈ നിമിഷം കരങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ട് ഈ സ്വർഗം എന്ന് നമുക്ക് തരുന്ന പാപമോചനം, വിമോചനം, രക്ഷ നമ്മൾ സ്വന്തമാക്കാൻ കർത്താവേ നീ തന്നെ ഞങ്ങളെ സഹായിക്കണം എന്ന് പറയണം. കർത്താവേ, ഈ ഒരു ഇത്രമാത്രം സ്നേഹത്തോടെയാണ് നീ ഞങ്ങളെ നോക്കുന്നത്. ഞങ്ങളെ വേദനിപ്പിക്കുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. ഞങ്ങളുടെ പഴയ കാര്യങ്ങളിലേക്ക് നീ നോക്കുന്നില്ല. ഇന്നലെ വരെ എന്ത് ചെയ്തില്ല. ചിലപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കുറേ പേര് ഒരുങ്ങുന്നവരാണ്. ഡിവൈൻ മേഴ്സി നൊവേന കൂടുന്നവർ. നമ്മൾ ഡിവൈൻ മേഴ്സി ഫെലോഷിപ്പിലുള്ളവരാണെങ്കിൽ നമ്മൾ കോൺസെൻട്രേഷൻ പ്രയറൊക്കെ ചെയ്ത ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, ശക്തമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ എവിടേക്കോ എന്തൊക്കെ ഞാനൊന്ന് പരിശ്രമിച്ചു നോക്കി, പക്ഷെ പരാജയമായിരുന്നു. എൻ്റെ ആത്മീയ ജീവിത ഈശോ എപ്പോഴും പരാജയം തന്നെയാണ്. സാരമില്ല മോനെ, അത് പരാജയമാണെന്ന് നീ പറയുന്ന നിമിഷം നിന്റെ മേൽ ദൈവ കരുണ ഒഴുകി വരികയാണ്.
അതാണ് ദൈവത്തിന് വേണ്ടത്. എന്നെ കൊണ്ട് പറ്റണില്ല ഈശോയെ, ഇതൊന്നും മാറ്റാൻ പറ്റുന്നില്ല, എൻ്റെ ഈ സ്വഭാവം ഇങ്ങനെയാണ്, എൻ്റെ മക്കളോട്, എൻ്റെ ഭാര്യയോട്, എൻ്റെ നാട്ടുകാരോടൊക്കെ എനിക്ക് ഈ മുരട് സ്വഭാവമാണ് കർത്താവേ. കർത്താവേ, എന്ന് എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല എന്ന് നീ പറയുന്ന നിമിഷം ആ കരുണ നിന്നെ ആലിംഗനം ചെയ്യും. കർത്താവിന് അതാണ് വേണ്ടത്. നിന്റെ ബലഹീനതകളാണ് ദൈവത്തെ നിന്നിലേക്ക് അട്രാക്ട് ചെയ്യിച്ചത്. ആ ശിഷ്യന്മാരുടെ മുറിയിലേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ടുവന്നത് അവർ അത്രയും നാളും ചെയ്ത പുണ്യപ്രവർത്തികളല്ല, അവര് യേശുവിന്റെ കൂടെ നടത്തിയ വലിയ വലിയ പ്രവർത്തികളല്ല, അവരെ കുറ്റബോധവും നിരാശയും ദുഃഖവും പാപ അവസ്ഥകളാണ് ആ സെഹിയോൻ മാളികൾ അടച്ചിട്ട മുറിയിലേക്ക് ദൈവത്തെ കൊണ്ടുവന്നത്. എന്നാൽ ഇന്ന് ഈ ഹാളിലേക്ക് നമ്മളിലേക്ക് ആ കരുണ കൊണ്ടുവരുന്നതിന്റെ യോഗ്യത നമ്മുടെ പുണ്യങ്ങളല്ല, നമ്മുടെ കഴിവുകളല്ല, നമ്മൾ ചെയ്തു കൂട്ടിയ പ്രാർത്ഥനകളല്ല. എന്നാൽ നമുക്ക് പറ്റാതെ പോയ സമയങ്ങള്, നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങള്, നമ്മൾ ഉഴപ്പിക്കളഞ്ഞ നിമിഷങ്ങള്, ഇതൊക്കെ ചെയ്യണമെന്ന് അറിയാമായിരുന്നിട്ട് വേറെ പലതിന്റെ പുറകെ നിറയെ നിമിഷങ്ങള്. കർത്താവ് പലരും ഞങ്ങളെ വാൺ ചെയ്തു, ഓർമ്മിപ്പിച്ചു, എന്നിട്ട് നമ്മൾ പല വഴി കൂടി പോയി. കർത്താവ് നമുക്കറിയാം ഇത് പാപമാണെന്നറിയാം, എന്നിട്ട് നമ്മളത് ചെയ്തു. കാരണം അതൊരു സുഖമാണ്. യേശുവേ, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കർത്താവേ. എന്നാൽ ഇന്ന് സ്വർഗം നമ്മൾ പറയാ, നിനക്കാണ് ഈ കരുണ, നിനക്ക് വേണ്ടിയിട്ടാണ് അവന്റെ ചങ്ക് പിളർന്നത്, അല്ലാതെ ലോകത്തിലെ നീതിമാന്മാർക്ക് വേണ്ടിയിട്ടല്ല, പറവോയ്ക്കും സീസറിന് വേണ്ടിയിട്ടല്ല ചങ്ക് പിളർക്കപ്പെട്ടത്, പാപികൾക്ക് വേണ്ടിയിട്ട് പിളർക്കപ്പെട്ട ചങ്കാണ്. അതിൽ നിന്നെടുക്കുന്ന രക്തം നീ സ്വീകരിക്കണമെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വായ തുറന്ന് സ്തുതിക്കണം. കാരണം നമുക്കത് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ കഴുകപ്പെടണം, വിശുദ്ധീകരിക്കപ്പെടണം. ആരും നമ്മളിനി കുറ്റപ്പെടുത്താൻ പാടില്ല. ഈ ലോകത്തിൽ ആരും നമ്മളെ കുറ്റം വിധിക്കാൻ പാടില്ല. നമ്മുടെ അപ്പനോ അമ്മയോ മാതാപിതാക്കളോ സഹോദരങ്ങളോ ജീവിത പങ്കാളിയോ നമ്മുടെ കൂട്ടുകാരോ വീട്ടുകാരോ നമ്മുടെ സ്വർഗമോ ആരും നമ്മളെ കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം you are justified. അതിനുള്ള യോഗ്യത നിന്റെ ബലഹീനതകളാണ്, അതിനുള്ള യോഗ്യത നിന്റെ പാപമാണ്, അതിനുള്ള യോഗ്യത നിന്റെ മണ്ടത്തരമാണ്, അതിനുള്ള യോഗ്യത നിന്റെ കഴിവുകേടുകളാണ്, അതിനുള്ള യോഗ്യത നിന്റെ ബോധമില്ലായ്മയാണ്, അതിനുള്ള യോഗ്യത നീ എല്ലാവർക്കും വെറുക്കപ്പെട്ടവനാണെന്നുള്ളതാണ്. എന്നാൽ നീ സ്വർഗത്തിന് സ്വീകാര്യനാണ്. യേശുവേ, എൻ്റെ കർത്താവേ, എൻ്റെ യേശുവേ, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഇന്ന് ഈ ഹാളിൽ എത്തിയ നിമിഷം കൊണ്ട് ഞാൻ തിരിച്ചറിയുന്നു, നിന്റെ കരുണ എനിക്ക് വേണം. എനിക്കൊരു പുതിയ ജീവിതം ആവശ്യമാണ്, എനിക്കൊരു പുതിയ തുടക്കം ആവശ്യമാണ്. എനിക്ക് കുറെ കൂടി ഉയരങ്ങളിൽ പറക്കണം ഈശോയെ, എനിക്ക് കുറെ കൂടി വലിയ കാര്യങ്ങൾ ചെയ്യണം ഈശോയെ. എൻ്റെ ജീവിതം ഇങ്ങനെ പാഴാകാൻ പാടില്ല. കഴിഞ്ഞ നാൾ നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങൾ ഞാൻ അറിയുന്നു, ഒത്തിരി വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് നിന്റെ കരുണയ്ക്കുള്ള യോഗ്യത നിന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അതിന് കുറ്റബോധം നിരാശയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം വലിച്ചു കളയുക. ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ, ആ കരുണയെ ഓർത്തുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്നെ കുറ്റപ്പെടുത്താത്തവൻ, നിന്നെ ശകാരിക്കാത്തവൻ, നിന്നെ വഴക്ക് പറയാത്തവൻ, നിന്റെ പാപത്തിൽ ലിസ്റ്റ് എടുക്കാത്ത ഒരുവനേ ഉള്ളൂ ലോകത്തില്. അതിന്റെ യേശുവാണ്. അവന് നിന്നെ സ്നേഹിക്കണം, അവന് നിന്റെ ഹൃദയത്തിലേക്ക് വരണം, അവന് നിന്നെ കരുണയാൽ നിറയ്ക്കണം. നീ അതിനൊരു കാര്യം ചെയ്താൽ മതി, നിന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുമില്ല എനിക്ക്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ പരിഗണിക്കാൻ ആരുമില്ല, അങ്ങനെ നീ പറയരുത്. നിനക്ക് വേണ്ടി മാത്രം അവൻ കുരിശിൽ ഇനിയും മരിക്കാൻ തയ്യാറാണ്. നിന്നോടുള്ള സ്നേഹം തെളിയിക്കാൻ he is ready to die on the cross one more time tonight, today. നീ വിശ്വസിക്കുക. നിന്നെ ആരും സ്നേഹിക്കുന്നില്ല സംശയം ഉണ്ടെങ്കിൽ, നിന്റെ കാര്യങ്ങൾ ആരും നോക്കുന്നില്ല സംശയം ഉണ്ടെങ്കിൽ, നിന്റെ പ്രശ്നത്തിൽ നിന്നെ ഉയർത്താൻ ആരും ഇല്ലാന്ന് സംശയം ഉണ്ടെങ്കിൽ, യേശു പറയാണ്, my death is enough, my death on the cross is enough. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതിനൊക്കെ വേണ്ടിയാണെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇന്ന് ഒരിക്കൽ കൂടെ കുരിശിൽ കയറാൻ ഞാൻ തയ്യാറാണ് മകനെ, മകളെ, നിനക്ക് വേണ്ടി. Because you are so precious to me. Hallelujah. Oh, thank you Lord. Hallelujah, hallelujah, hallelujah. Thank you Jesus. Hallelujah. ഈ കരുണ ഒന്ന് നമ്മുടെ പാപങ്ങൾ നമ്മളെ വിമോചിപ്പിക്കാൻ ശക്തിയുള്ളതാണ്. രണ്ട്, നമ്മളായിരിക്കുന്ന എല്ലാ ദുരിതാവസ്ഥകൾ നമ്മളെ ഉയർത്തുവാനും കപ്പാസിറ്റി ഉള്ളതാണ്. Praise the Lord. Hallelujah. Hallelujah. നമ്മൾ ഒത്തിരി കഴിവുകളില്ലാത്തവരാ ശരിക്കും. പക്ഷെ നമ്മൾ കഴിവ് ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. അതൊക്കെ ഈശോയ്ക്ക് അറിയാം, നമ്മളിങ്ങനെയൊക്കെയാന്ന് ഈശോയ്ക്ക് അറിയാം. പക്ഷേ നമ്മൾ പറയേണ്ടത്രേ ഉള്ളൂ, കർത്താവേ, ഇന്ന് അങ്ങയുടെ സന്നിധി നിൽക്കുമ്പോൾ പലവിധ പ്രശ്നങ്ങളുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊന്നും എൻ്റെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും എൻ്റെ സമ്പത്ത് കൊണ്ടൊന്നും പരിഹരിക്കാൻ പറ്റത്തില്ല. എനിക്കതറിയാം. ഞാൻ ഒത്തിരി ഓടിയതാണ്, അതിലെതിലേക്ക് ഓടി. നിങ്ങളുടെ 3 കാര്യങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുക. അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് ഓടി നടന്നിട്ട് നടക്കാത്ത ചില കാര്യം. ചിലപ്പോൾ ചില വ്യക്തികളുടെ മാനസാന്തരമായിരിക്കും,
ചില സ്വഭാവത്തിലെ വ്യത്യാസങ്ങളായിരിക്കും. നിങ്ങളുടെ സാമ്പത്തിക മേഖലയുടെ ഒരു വ്യത്യാസം, ഒരു അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ വേണ്ട ഒരു സ്വർഗത്തിൻ്റെ കൃപയായിരിക്കാം. ആരോഗ്യ മേഖല രോഗത്തിൻ്റെ ഒരു അവസ്ഥയായിരിക്കും. പല മരുന്നുകൾ കഴിച്ച് ഡോക്ടറെ അടുത്ത് പോയി രക്ഷയില്ല. പക്ഷെ ഇന്ന് കർത്താവ് പറയണം, അത് ഞാൻ തൊടും, അവിടെ ഞാൻ ഇടപെടും. അതാണ് എൻ്റെ കരുണ. അതാണ് കരുണ എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് അസാധ്യമായത് ഈ കരുണയാൽ നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. ഇതിന് നമുക്ക് വേണ്ടത് വിശ്വാസമാണ്. ഒരിക്കലും സംഭവിക്കില്ല എന്ന് നിന്റെ മനസ്സിൽ എവിടെയോ നീ എഴുതി വെച്ച ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് ദൈവത്തിന് കൊടുക്കേണ്ടത്. ഇംപോസിബിൾ എന്ന് ലോകം എന്നോട് പറഞ്ഞിട്ടുള്ളത്, നീ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, 3 കാര്യങ്ങൾ സമർപ്പിക്കുക. ദൈവകരുണ അതിനുള്ളതാണ്. അതിന്ന് സ്വർഗം ഏറ്റെടുക്കുകയാണ്, ഈശോ ഏറ്റെടുക്കുകയാണ്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ്റെ കരുണ നിനക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ലാസറിനെ ചീഞ്ഞെളിഞ്ഞ ശരീരത്തെ ഉയർപ്പിച്ച കരുണ എന്തിനാണ്? യേശുക്രിസ്തുവിന്റെ ശരീരത്തെ 3-ാം ദിവസം ഉയർപ്പിച്ച ആ പിതാവിന്റെ സ്നേഹം. അതാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈസ്റ്ററാണ്. ഇന്ന് സഭ ആഘോഷ തികവിലാണ്. സഭ ഇന്ന് ഉദ്ഘോഷിക്കുകയാണ്. ആ വലിയ ഉത്ഥാനത്തിന്റെ, കാരുണ്യത്തിന്റെ ആ തികവില് അർമാദിക്കുകയാണ് സഭ. അതുകൊണ്ടാണ് സഭയിലെ എല്ലാ പ്രാർത്ഥനകളും സ്തുതി, സ്തുതിപ്പ്, ആരാധന, സ്തുതി, മഹത്വം, ഹാലേലൂയ, ഹാലേലൂയ. ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം അവൻ ഉത്ഥാനം ചെയ്തു. വലിയ പ്രതീക്ഷയാണ്. കല്ലറയിൽ അടയ്ക്കപ്പെട്ടവനാണ്. അവൻ ഉയർത്തെങ്കിൽ നീ ഉയർപ്പിക്കണം. നീ ആയിരിക്കുന്ന എല്ലാ അവസ്ഥയും ദൈവത്തിനെ ഉയർപ്പിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിക്കണം. എവിടേക്കാണ് വരേണ്ടത് ചോദിക്കും. ഇന്ന് ചോദിക്കണം ഈശോയോട്. ഇന്ന് ചോദിക്കണം ഈശോയോട്, കർത്താവ് എവിടേക്കാണ് എനിക്ക് ഉയർപ്പിക്കപ്പെടേണ്ടത്? പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്താ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വചനം എങ്ങനെയാ പറയുക? യേശു ഉയർത്തതിൻ്റെ ഒരു കാരണം പറയുന്നുണ്ട്. അവൻ പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് വേണ്ടി അവൻ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് നമ്മളെ സംബന്ധിച്ചും വേണ്ട ഒരു കാര്യം. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും. 2 കാര്യമാണ്. പാപത്തെ സംബന്ധിച്ച് മരിക്കാൻ തയ്യാറാവണം. ഇനി നമുക്ക് ഈ ലോകത്തിന്റെ മക്കളുടെ കൂടെ നടക്കാൻ പറ്റത്തില്ല. ഈ ലോകം ശരി, നന്മ എന്ന് പറയുന്ന കാര്യം നമുക്ക് നടക്കാം. കാരണം സ്വർഗം അതിനെക്കുറിച്ച് തിന്മ എന്നാണ് പറയുന്നത്. നമ്മളോട് ലോകമില്ല, കുഴപ്പമില്ല എന്ന് പറയുന്നത് സ്വർഗം പറയുന്നത് തിന്മയാണ്, അത് പാപമാണ്, അങ്ങനെ ചെയ്യരുത്, നീ ആ വഴി കൂടി നീ നടക്കരുത്. ആ ഒരു മനോഭാവം ശരിയല്ല, ആ ഒരു കാഴ്ചപ്പാട് ശരിയല്ല, ആ രീതിയിലുള്ള നിന്റെ പണസമ്പാദനം ശരിയല്ല, ആ കൂട്ടുകെട്ടുകൾ ശരിയല്ല, നീ ചെലവഴിക്കുന്ന ആ സമയങ്ങൾ ശരിയല്ല എന്ന് കൃത്യമായിട്ട് ദൈവം പറയുമ്പോൾ നമ്മളതിനെ നിസ്സാരമായിട്ട് കൽക്കരിക്കുക. അത് നമുക്ക് മരിക്കാൻ തയ്യാറാവണം. അത് നമ്മുടെ ചില സ്വഭാവങ്ങൾ, ചില മനോഭാവങ്ങൾ, ചില പെരുമാറ്റ രീതികൾ, ഇവിടെ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാകണം. യെസ് ലോർഡ്, പറയാം ഈശോ എനിക്ക് പറ്റണില്ല ഈശോ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മളതിനെ ന്യായീകരിക്കരുത്. ഈശോ എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നിലുണ്ട്, എനിക്കറിയാം, നീ പറയുന്ന വചന കാര്യങ്ങളൊക്കെ സത്യമാണ്, എന്നിൽ ഈ അവസ്ഥയുണ്ട്, ഞാൻ അംഗീകരിക്കും, ഞാനതിൽ മരിക്കാൻ തയ്യാറാണ്, അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ്, നീ എന്നിൽ എടുത്തു മാറ്റണം. വിശുദ്ധ കൊത്രേസ്യ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, എന്നെ പാപത്തിലേക്ക് നയിക്കുന്ന എല്ലാ സുഖ സന്തോഷങ്ങളും എന്നിൽ നീ ബലം പ്രയോഗിച്ചെടുത്ത് മാറ്റിക്കോ എന്നാണ് പറയുന്നത്. അതാണ് അവർ പറയുന്നത്. അതായത് ഒരു വിശുദ്ധ പറയാണ്, ഞാൻ പാപിയാണ്, എന്നിൽ കുറെ പാപ അവസ്ഥകളുണ്ട്, എൻ്റെ മനോഭാവം ശരിയല്ല, അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റാത്തില്ല, നീ അതെടുത്ത് മാറ്റിക്കോ എന്ന് ഈശോയോട് പെർമിഷൻ കൊടുത്ത ഈശോ അതിനകത്ത് ഇടപെടും. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയണം, എങ്കിലേ നമുക്ക് ഉത്ഥാനത്തിലേക്ക് കടക്കാൻ പറ്റുമോ. 2, ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ദൈവത്തിന് വേണ്ടി ജീവിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ മാനസാന്തരം കുറെ കേട്ടിട്ടുണ്ട്. നമ്മുടെ വിചാരം കള്ളു കുടിക്കാണ്ടിരിക്കുക, വീഡിയോ വലിക്കാണ്ടിരിക്കുക, പെണ്ണ് പിടിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ കൊള്ള നടത്താണ്ടിരിക്കുക, തട്ടിപ്പ് നടത്താണ്ടിരിക്കുക, ഇതൊക്കെയാണ് മാനസാന്തരം ചെയ്യുന്നത്. അതല്ല, മാനസാന്തരം ലോകത്തിലെല്ലാ മനുഷ്യർക്ക് ആവശ്യമാണ്. അത് കാട്ടുജാതി കിടക്കുന്ന മനുഷ്യനെ തിന്നുന്ന മനുഷ്യനുണ്ടായിരിക്കാം, ഭീകരവാദികൾക്ക് ആവശ്യമാണ്, വേശ്യകൾക്ക് ആവശ്യമാണ്, ചുങ്കക്കാർക്ക് ആവശ്യമാണ്. അത് നിക്കോദേമോസ് എന്ന് പറയുന്ന ആ യഹൂദ പ്രമാണിക്കും ആവശ്യമായിരുന്നു. സാവൂൾ എന്ന് പറയുന്ന പെർഫെക്റ്റ് യഹൂദന് ആവശ്യമായിരുന്നു. 613 നിയമങ്ങൾ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്നിൽ പാപം കണ്ടെത്താൻ പറ്റില്ല. സാവൂൾ പറയാണ്, ഐ എം സോ പെർഫെക്റ്റ്. നിക്കോദേമോസ് പറയാണ്, ഞാൻ യഹൂദ സെൻഹിദ്രനിലെ ജഡ്ജിയാണ്, വളരെ സുപ്രീം പോസ്റ്റിൽ നിൽക്കുന്ന വ്യക്തിയാണ്, ഞാൻ നിയമം പഠിപ്പിക്കുന്നതാണ്, ഞാൻ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നവനാണ്. അവനോട് ഈശോ സ്വർഗത്തിൽ കിടക്കണം, നീ മാനസാന്തരപ്പെടണം. അപ്പം നമ്മുടെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾക്ക് വളരെ നല്ല മനുഷ്യരാണ്. അങ്ങനെയല്ല, എവ്രിബഡി നീഡ്സ് കാർണൽ മാൻ. ജഡിക മനുഷ്യൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് എല്ലാവരും പെടും. അതിൻ്റെ അത് വ്യഭിചാരിയും ചുങ്കക്കാരനും നമ്മളിപ്പോൾ കാണുന്ന ഭീകരവാദികളും അല്ലെങ്കിൽ ഈ നിക്കോദേമോസും സാവൂളും എല്ലാവർക്കും മാനസാന്തരം ആവശ്യമാണ്. നമുക്ക് കണ്ണുകളടച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. മാനസാന്തരം എന്താണ്? 1, വീണ്ടും ജനിക്കണം.
നിക്കോദേമോസ് ഇത്രയും പരിശുദ്ധനാണ് അവനാണ് യേശുവിനെ കുരിശിൽ തറച്ച് പീലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് കല്ലറ കിടക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അത്രയും സ്വാധീനവും മനുഷ്യരും നല്ലൊരു മനുഷ്യനുമാണത്. പക്ഷെ ആ നന്മയൊന്നും കാര്യമില്ല. നിക്കോദേമോസ് പറഞ്ഞു, മോനെ നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് പടി പോലും നിനക്ക് കാണാൻ പറ്റില്ല. സോ പ്രിയമുള്ളവരെ, വി നീഡ് ടു ബോൺ അഗൈൻ എവറി ഡേ. സാവൂള് പെർഫെക്ഷനാണ്, യഹൂദൻ, ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവൻ, 8-ാം ദിവസം പരിച്ഛേദനം ചെയ്തവനാണ് അവൻ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഗുരു അവൻ്റെ കീഴിൽ, ഗമാലിയലിൻ്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചവനാണ്. 613 നിയമങ്ങൾ വെച്ച് നോക്കിയാൽ ഒരു തെറ്റും കാണാത്തവനാണ്. അവനോട് പറഞ്ഞു, നീ മാനസാന്തരപ്പെടണം. അവൻ ദമാസ്കസിലേക്കുള്ള യാത്രയിലാണ്. അവിടെ താഴെ വീണപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, കർത്താവെ എന്നാണ് വിളിക്കുന്നത്. കർത്താവ് മീൻസ് യാഹ്വേ എന്നാണ് വിളിക്കുന്നത്. അവന് യേശുവിനെ അറിഞ്ഞുകൂടാ. യേശു കർത്താവിനെ എല്ലാം വിളിക്കുക. അവൻ അറിവുള്ള ദൈവത്തെ വിളിക്കുക, കർത്താവെ എന്ന് വിളിക്കുകയാണ്. നീ ആരാണ്? അവിടെ യേശു പറയാണ്, നീ വേദനിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. തിരിച്ചറിയുകയാണ്. നമ്മളും അനേകരെ വേദനിപ്പിക്കുന്നുണ്ട്, അറിയാതെ, അറിഞ്ഞുകൊണ്ട്. അവിടെ എല്ലാം ക്രിസ്തു വേദനിക്കുകയാണ്. ക്രിസ്തുവാണ് വേദനിക്കുന്നത്. നീ കർത്താവെന്ന് പഴയ നിയമത്തിൽ വിളിച്ചവൻ തന്നെയാണ് ഞാൻ. അവിടെ വെളിപ്പെടുത്തുകയാണ്, I am the same Yahweh, the Lord. നീ പീഡിപ്പിക്കുന്ന ക്രിസ്തു. ഭയങ്കര ഒരു തിരിച്ചറിവായിരുന്നു. അവിടെ അവൻ ബോധം കെട്ട് വീഴുകയാണ്. ആ തിരിച്ചറിവ് അവനെ സാവൂളിൽ നിന്ന് പൗലോസാക്കി മാറ്റുകയാണ്. എന്നിട്ട് വീട്ടിൽ പോയി വാഴ വെച്ച് കപ്പക്കച്ചവടം നടത്തല്ല ചെയ്തത്. മനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെങ്കിലേക്ക് തിരിയണം. ദൈവത്തെങ്കിലേക്ക് മാത്രം തിരിഞ്ഞാൽ പോരാ, ദൈവത്തിൻ്റെ ശിഷ്യത്വത്തിലേക്ക് തിരിയണം. ശിഷ്യത്വത്തിലേക്ക് തിരിഞ്ഞാൽ പോരാ, അവൻ്റെ ദൗത്യത്തിലേക്ക് കടന്നു വരണം. അതാണ് മാനസാന്തരം. പൗലോസ് ദമാസ്കസിലെ യാത്രയിൽ കുതിരപ്പുറത്ത് വീണ് തിരിച്ച് വീട്ടിൽ പോയി 2 നില മാളിക പണിത് പിന്നെ കുറച്ച് കൃഷിയൊക്കെ നടത്തി നല്ല കുട്ടിയായിട്ട് ജീവിക്കുകയല്ല. He became a disciple of Jesus, an apostle of Jesus. അതിനുശേഷം യേശുവിന്റെ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഇതിന്റെ പേരാണ് മക്കളെ മാനസാന്തരം. ഇതില്ലാതെ നമുക്ക് കരുണയില്ല. നമ്മളെല്ലാം നല്ല കുട്ടികളാണ് ജീവിച്ച് നമ്മുടെ വഴി നടക്കാനുള്ളതല്ല. We have a duty entrusted upon us through baptism. സഭ പഠിപ്പിക്കുകയാണ്, മാമോദീസ സ്വീകരിച്ച എല്ലാ ക്രിസ്ത്യാനികളും സുവിശേഷം പ്രസംഗിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കേണ്ടതാണ്. You are ordained by baptism to become an evangelist, a missionary. ഈ കരുണ പ്രഘോഷിക്കണം. അതാണ് ദൈവത്തിന്റെ കരുണയെ പ്രഘോഷിച്ചവന്റെ പേരാണ് യേശു. പ്രഘോഷണം അങ്ങനെ വെറുതെ പറഞ്ഞല്ല. അവന്റെ ജീവിതം, അവന്റെ വാക്കുകള്, അവന്റെ പ്രവൃത്തികള് എല്ലാം വഴി കരുണയും പ്രഘോഷിച്ചു. എന്നിട്ട് പറയാണ്, എന്തിനാണ് ഈ കരുണ? നിത്യജീവിതത്തിലേക്കാണ്, ഇവിടേക്ക് വേണ്ടിയിട്ടല്ല. കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ഇതിന്റെ പേരാണ് മാനസാന്തരം. ദൈവത്തെങ്കിലേക്ക് തിരിയണം, ദൈവത്തിന്റെ ശിഷ്യത്വത്തിലേക്ക് തിരിയണം, യേശുവിന്റെ ദൗത്യം ഏറ്റെടുക്കണം. 2, മാനസാന്തരം വേറൊരു ഭാഗം കൂടിയുണ്ട്. അത് വ്യക്തിപരമായി സംഭവിക്കണം, നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കണം, നമ്മളായിരിക്കുന്ന സമൂഹം ഇങ്ങനെയായി മാറണം. അവർ ദൈവത്തെങ്കിലേക്ക് വരണം, അവർ ദൈവത്തിന്റെ ശിഷ്യത്വത്തിലേക്ക് വരണം, അവർ ദൈവത്തിന്റെ ദൗത്യം ഏറ്റെടുക്കണം. ഇങ്ങനെ 2 രീതിയിൽ മാനസാന്തരം വരുമ്പോഴാണ് കരുണ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ദൈവത്തിലേക്ക് തിരിയണം, ലോകത്തിൽ നിന്ന് മാറണം. 2, യേശുവിന്റെ ശിഷ്യനായി മാറണം. ശിഷ്യത്വം, അതായത് ദൈവത്തിന്റെ മക്കളാകുക. അതിൻ്റെ അർത്ഥം മക്കളുടെ സ്വഭാവം ഉണ്ടാകണം. അപ്പൻ്റെ സ്വഭാവമുള്ളവരായി നമ്മൾ മാറണം. അതാണ് കരുണയുള്ളവരായി നമ്മൾ മാറണം. വചനം പഠിച്ചവരായി നമ്മൾ മാറണം. മാത്രമല്ല 3, നമ്മൾ വചനം പ്രഘോഷിക്കണം, സുവിശേഷം പ്രഘോഷിക്കണം. ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിച്ച് തുടങ്ങണം. ഇതാണ് മാനസാന്തരത്തിൻ്റെ 3 സ്റ്റെപ്പുകൾ. ദൈവത്തിലേക്ക് തിരിയാന്ന് പറയുമ്പോൾ പാപത്തെ ഉപേക്ഷിക്കണം. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നടന്നാൽ പോരാ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യയും എല്ലാവരും ഇതുപോലെ വരുന്നുണ്ടെന്ന് ഞാൻ ഉറപ്പാക്കണം. അല്ലാതെ അവർക്കൊന്നും ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല ഈശോ, അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം നാളെ നീ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ ദിവസത്തിന് മുമ്പിൽ നിൽക്കാൻ പോവാണ്. ന്യായവിധി. ആ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കും. ഇതാണ് നിന്നോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം. ഞാൻ നിന്റെ ജീവിത പങ്കാളി എവിടെ? ഞാൻ നിന്റെ മക്കൾ എവിടെ? അയ്യോ, അവരൊക്കെ അതിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ യു വിൽ ബി ജഡ്ജ്ഡ്. ഞാൻ നിന്നെ ഒരു സമൂഹത്തിലാക്കിയിരുന്നു. ആ സമൂഹം എവിടെ? പിന്നെ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ ഡിവൈൻ മേഴ്സി ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളിതിൽ വളർത്തുക എന്നുള്ളത്.
അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുന്ന് ഞാൻ എൻ്റെ ഭാര്യ മക്കളോട് കരുണ ആഘോഷിച്ചുകൊണ്ടിരുന്നാൽ പോരാ. വി നീഡ് ടു ബിൽഡ് അപ്പ് എ കമ്മ്യൂണിറ്റി ഫോർ ഗോഡ്. കാരണം അവൻ വരാറായി. അവൻ വരുമ്പോൾ സഭയെ ഒരുക്കണം. അവനെ സ്വീകരിക്കാൻ ഒരു സമൂഹത്തെ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. അത് നമ്മൾ മാത്രം ഒരുങ്ങിയാൽ പോരാ, നമുക്ക് പറ്റാവുന്നിടത്തോളം ആൾക്കാരെ ഒരുത്തണം. അങ്ങനെ ഈ 3 തലത്തിൽ മനസ്സാന്തരം സംഭവിക്കണം. തയ്യാറാണെങ്കിൽ 3 നിയോഗങ്ങൾ സമർപ്പിച്ചോ, ഗ്യാരണ്ടീഡാണ്. എനിത്തിങ് യു ക്യാൻ ആസ്ക്, സ്വർഗം തന്നിരിക്കും. കാരണം അതിനു വേണ്ടതെല്ലാം അവൻ്റെ ബലി ചെയ്തിട്ടുണ്ട്. ആ ബലിയിൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമില്ല. അവൻ്റെ നാമത്തിൽ നീ എന്ത് ചോദിച്ചാലും ലഭിച്ചിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം, കർത്താവായ യേശു ക്രിസ്തു എന്നാണ് പറയാം. അവൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ലഭിക്കും. കാരണം അവൻ കർത്താവാണ്, അവൻ ക്രിസ്തുവാണ്, അവൻ രക്ഷകനായ യേശുവാണ്. അവൻ്റെ ജനനം മുതൽ ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അവസ്ഥ വരെയുള്ള സമയമാണ് ആ നാമം, കർത്താവായ യേശു ക്രിസ്തു. അത്രമാത്രം കൃപ, എളിമയിലും വിശുദ്ധിയിലും ബലിയിലും ജീവിച്ചതാണ്. അതുകൊണ്ട് ആ നാമത്തിന് ശക്തി. അതിൽ നീ ചോദിക്കുക. ഇന്നേ ദിവസം നീ ചോദിച്ചുകൊള്ളുക, ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക. ഒരു നിമിഷം ശാന്തമാവുക. വേറെ ആർക്കും വേണ്ടി ചോദിക്കേണ്ട, നമുക്ക് വേണ്ടി 3 നിയോഗങ്ങൾ സമർപ്പിക്കുക. ഇറ്റ് വിൽ ബി ഗ്രാൻറ്റഡ്. അതിലൊരു ചോദ്യം ദൈവത്തിൻ്റെ കരുണയാൽ നിറയപ്പെടാൻ വേണ്ടിയിട്ട് ചോദിക്കും. ആ അഗ്നിയാൽ നിറയുമ്പോഴാണ് നമ്മുടെ ബലഹീനതയൊക്കെ മാറ്റപ്പെടുന്നത്. നമ്മൾക്ക് കുറേ സമ്പത്ത് കിട്ടിയിട്ട്, നമുക്ക് കുറേ ജോലി കിട്ടിയിട്ട്, അല്ല കുറേ കഴിവുകൾ കിട്ടിയിട്ട് അത് കൈകാര്യം ചെയ്യാനുള്ള കൃപയും ജ്ഞാനവും ഇല്ലെങ്കിൽ പോയില്ലേ. കഴിഞ്ഞ നാളുകളൊക്കെ സംഭവിച്ചതാണ്. എന്തെല്ലാം നമുക്ക് ദൈവം തന്നു, അതിനെ ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല, അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെയൊക്കെ കുറവുകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. മക്കളെ തന്നു, ദാമ്പത്യം തന്നു, ആരോഗ്യം തന്നു, അവസരങ്ങൾ തന്നു. ഇതൊക്കെ തന്നിട്ട് നമ്മൾ എവിടെ എത്തി? വിശുദ്ധിയിൽ വളരാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മളിൽ ഒത്തിരി കുറവുകളുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ 3 കാര്യം ചോദിച്ചാലും അത് നമുക്ക് ഉപകാരപ്രദമാകണമെങ്കിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പാപ അവസ്ഥകളിലേക്ക്, ബലഹീനതകളിലേക്ക് നിന്റെ കരുണ ഒഴുക്കണേ എന്ന് ഒരു കാര്യം അത് സമർപ്പിക്കാം. ബാക്കി 2 കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിച്ചോളണം. ചോദിച്ച മക്കള് വിശ്വാസത്തോടെ ചോദിക്കാം. ട്രസ്റ്റ് ഇൻ ഹിം. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. അതിലാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ ആരും കഴിവല്ല. അവൻ ഇന്ന് നമുക്ക് പറയുകയാണ്, ഇന്നത്തെ ദിവസത്തിൻ്റെ യോഗ്യതയാണ്. ജൂബിലി വർഷമാണ്, നെല്ല് ഇളച്ച് വീണ്ടെടുക്കപ്പെടുന്ന വർഷമാണ്, സഭ അംഗീകരിച്ച വർഷമാണ്, സ്വർഗം അംഗീകരിച്ച ദിവസമാണ്. എല്ലാവൻ്റെ ബലിയുടെ യോഗ്യതയിലാണ്. ചോദിക്കുക, ധൈര്യമായിട്ട് ചോദിക്കുക. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് അവനിലുള്ള വിശ്വാസം, ശരണം നമ്മൾ ഏറ്റു പറഞ്ഞൊന്ന് സ്തുതിക്കണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് സ്തുതിപ്പ്. നമ്മൾ വെറുതെ വെച്ചെടുക്കുന്നവരല്ല, പണിയില്ലാത്തതുകൊണ്ട് വെച്ചെടുക്കുന്നു, അല്ലെങ്കിൽ കൂട്ടായ്പ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ വെച്ചുണ്ടാക്കുന്ന ആൾക്കാരല്ല. ഇറ്റ് ഈസ് അവർ ഫെയ്ത്ത് വി പ്രൊക്ലെയിം. എനിക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് എൻ്റെ സ്തുതിപ്പ്. പരിശുദ്ധ അമ്മ, കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്നൊക്കെ പറഞ്ഞ് എലിസബത്ത് പറഞ്ഞു കഴിഞ്ഞപ്പം വളരെ ബുദ്ധിമുട്ടായിട്ടൊരു കാര്യമാണ്. കാരണം വളരെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുക. യൗസേപ്പ് അറിഞ്ഞിട്ടില്ല, വീട്ടുകാരറിഞ്ഞിട്ടില്ല, നാട്ടുകാരൊന്നും അറിഞ്ഞില്ല, താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ എലിസബത്ത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എലിസബത്ത് പറയാണ്, കർത്താവിൻ്റെ അമ്മ എന്നാണ് അവളെക്കുറിച്ചുള്ള പദ്ധതി വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള മാഗ്നിഫിക്കാത്ത് എന്ന് പറയുന്നത്. ഈ സ്തുതിപ്പ് നമ്മളിൽ വരണം. അത് ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടയാളമാണ്. അല്ലാതെ കരിസ്മാറ്റിക്കാർ കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന ഒച്ചയല്ല. അത് ഞാൻ എൻ്റെ ദൈവത്തിലും അവൻ്റെ വാഗ്ദാനങ്ങളും എൻ്റെ വിശ്വാസത്തിൽ അടയാളമായിട്ട് ഒന്ന് സ്തുതിച്ച മക്കളെ. ഹല്ലേലൂയ. സ്വരമുയരട്ടെ. എല്ലാ നാവുകളും ഒന്ന് ഏറ്റു പറയണം. എല്ലാ നാവുകളും സ്തുതിക്കണം. യേശു എന്ന പരിശുദ്ധ നാമം, പരിശുദ്ധ നാമം ഇന്നേ ദിവസം നിനക്ക് വേണ്ടിയുള്ളതാണ്. ഇന്ന് സ്വർഗം നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസമാണ്. നിനക്ക് വേണ്ടി മാത്രം അവൻ്റെ സംഗീത പിളർക്കപ്പെടുകയാണ്. നിനക്ക് വേണ്ടി മാത്രം, നിനക്ക് വേണ്ടി മാത്രം നിന്നെ കഴുകുവാൻ, നിന്നെ നിർമ്മലനാക്കുവാൻ, നിന്റെ ഈ ലോക ജീവിതം സുഖസന്തോഷപ്രദമാക്കുവാൻ വേണ്ടി അവൻ്റെ പീഡകള്, അവൻ്റെ സന്തോഷങ്ങൾ അവൻ ത്യജിക്കുകയാണ്, അവൻ്റെ ആനന്ദം അവൻ ത്യജിക്കുകയാണ്, അവൻ്റെ ആഗ്രഹങ്ങൾ അവൻ ത്യജിക്കുകയാണ്, അവൻ്റെ ശരീരത്തിലെല്ലാം സുസ്ഥിതി അവൻ ത്യജിക്കുകയാണ്, അവൻ്റെ ദൈവപുത്രന്റെ സ്ഥാനം അവൻ ത്യജിക്കുകയാണ്, അവൻ്റെ അപ്പനെ അവൻ ഉപേക്ഷിക്കുകയാണ്, അവൻ്റെ എല്ലാ ബന്ധങ്ങളും അവൻ വിച്ഛേദിക്കുകയാണ്. നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി അവൻ പരമദരിദ്രനായി തീരുകയാണ്. ആഹാരമില്ലാതെ, വസ്ത്രമില്ലാതെ, വീടില്ലാതെ കുരിശിൽ കിടക്കുകയാണ്. നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിന്നെ സമ്പന്നനാക്കുവാൻ വേണ്ടി, നമുക്ക് ദൈവിക ജീവൻ നമുക്ക് നൽകാൻ വേണ്ടി അവന്റെ ജീവൻ അവൻ വിടുകയാണ്. എല്ലാം നിനക്ക് വേണ്ടിയാ, നിനക്ക് വേണ്ടി. ചോദിക്കുക, ചോദിക്കുക. നിന്റെ അപമാനങ്ങൾ വേണ്ടിയാണ് അവൻ അപമാനിതനായത്, നിനക്ക് വേണ്ടി നിന്ദിതനായത്, നിന്റെ പരിഹാസങ്ങളും വേദനകളും
നിന്റെ തോൽവികൾ വിജയമാക്കാം. അവൻ തോൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിക്കുക, വിശ്വാസത്തോടെ ചോദിക്കട്ടെ. ഹല്ലേലൂയ. നിനക്ക് സൗഖ്യപ്പെടാൻ അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. അവന്റെ മുറിവിനാൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. I sing praises to your name, oh God, praises to your name, oh God, for your name is great and greatly to be praised. Glory to